ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ഈ ഒരു മാച്ചിൻ്റെ അനാലിസിസും അതോടൊപ്പം തന്നെ 5 മത്സരങ്ങൾ ഓൾറെഡി കഴിഞ്ഞ മുംബൈയുടെ ഇനിയുള്ള പ്ലേ ഓഫ് സാധ്യതകളുമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ആർ സി ബി ആദ്യം ബാറ്റ് ചെയ്ത് 221 റൺസ് എന്നൊരു ടോട്ടലാണ് അവിടെ പടുത്തു വരുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു പിച്ച് കണ്ടീഷൻ വെച്ചിട്ട് ഇതൊരു വലിയ ടോട്ടൽ ആയിരുന്നില്ല. ഇനി ബോളിംഗ് സൈഡിലേക്ക് മുംബൈയുടെ നോക്കുകയാണെങ്കിൽ അവൾ ട്രെൻഡ് ബോൾട്ടും ദീപക് ചാറും കൂടിയാണ് മുംബൈയുടെ ഓപ്പണിംഗ് സ്പെൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രെൻഡ് ബോൾട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം ഒരു ബൗണ്ടറി വഴങ്ങിയെങ്കിലും പിന്നീട് ഫിൽസാൾട്ടിൻ്റെ വിക്കറ്റ് എടുത്ത് മികച്ചൊരു സ്റ്റാർട്ടിംഗ് തന്നെയാണ് അവിടെ മുംബൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് വന്ന ദീപക് ചാറിന് കാര്യമായിട്ട് താളം കണ്ടെത്താൻ സാധിക്കില്ല. അദ്ദേഹം പറഞ്ഞ ആകെ 2 ഓവർ 29 റൺസാണ് താരം വഴങ്ങിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ 16th to 20th ഓവറിൽ വളരെ വിരളമായിട്ടാണ് അവിടെ ബോൾട്ടിനെ നമ്മൾ സാധാരണ ക്യാപ്റ്റന്മാർ യൂസ് ചെയ്ത് കാണാറ്. പക്ഷേ ഇന്നലത്തെ 2 ഓവർ ബോൾട്ടിന് അവിടെ പോകുന്നു. ബോൾട്ട് നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആകുന്നു. 14.25 ആയിരുന്നു താരത്തിൻ്റെ എക്കോണമി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ദീപക് ചഹറിലേക്ക് നോക്കിക്കാണെങ്കിൽ 14.50. ഹാർദിക് പാണ്ഡ്യ എറിഞ്ഞ അദ്ദേഹത്തിൻ്റെ അവസാന ഓവറിൽ അദ്ദേഹവും അടി മേടിക്കുന്നു. അത് നോക്കുകയാണെങ്കിൽ 4 ഓവർ 45 റൺസാണ് വഴങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 3 ഓവർ കിടിലായിരുന്നു. അതിനുശേഷമാണ് ആ ഒരു വലിയ സ്കോർ വഴങ്ങിയത്. എനിക്ക് തോന്നുന്നു 20ന് മുകളിൽ റൺസ് ആ ഒരു ഓവറിൽ തന്നെ മേടിക്കുന്നുണ്ടായിരുന്നു. മിച്ച സ്ഥാനത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ 4 ഓവർ 40 റൺസ് വഴങ്ങി വിക്കറ്റ് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഹാർദിക് പാണ്ഡ്യ ബോളേഴ്സിനെ യൂസ് ചെയ്യുന്ന രീതി അത്ര പ്രോപ്പറായിട്ട് ഫീൽ ചെയ്യുന്നില്ല. വിഘ്നേഷ് പുത്തൂരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിക്കറ്റ് ടേക്കറായിട്ടൊരു ബോളറാണെന്ന് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ ഒരു റിസ്ക് സ്പിന്നറാണ് താരം. അവിടെ എല്ലാവരും പറയുന്ന ഒരു കാര്യം, രജത് പട്ടിദാർ സ്പിന്നിനെതിരെ അപ്പർ ഹാൻഡുള്ള ഒരു താരമാണ്, അതുകൊണ്ടായിരിക്കും വിഘ്നേഷ് പുത്തൂരിനെ യൂസ് ചെയ്യാത്തതെന്ന്. പക്ഷേ ഇവരുടെ വിക്കറ്റ് ടേക്കറായിട്ടൊരു ബോളറിനെ അവിടെ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാത്തതെന്നാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുന്നത്. അതെന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. വിഘ്നേഷ് പുത്തൂരിന് ആ 11 to 15th ഓവറിൽ ഒരു ഓവർ കൂടി കൊടുത്ത് നോക്കാമായിരുന്നു. പിന്നെ 16th to 20th ഓവറിൽ കുറച്ച് അടികൾ കൂടുതൽ മേടിച്ചത് ഇത്രയും ടോട്ടൽ ഉയർന്നു പോകാനൊരു കാരണവുമായി. ഇനി ബൂമറുടെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ബൂമർ 7.25 എക്കോണമിയിൽ ഈ ഒരു പിച്ച് കണ്ടീഷനിൽ നന്നായിട്ട് തന്നെയാണ് ബോൾ ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ലോട്ടിലുള്ള യോർക്കേഴ്സ് ഇന്നലെ അത്ര കണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അതെനിക്ക് തോന്നുന്നു ഈ ഒരു ഗ്യാപ്പിൻ്റെ ആയിരിക്കാം. ഇന്നലെ ആ എറിഞ്ഞ 3ാമത്തെ ഓവറാണോ 4ാമത്തെ ഓവറാണോ എന്ന് ഓർക്കുന്നില്ല. ആ ഒരു ഓവറിൽ യോർക്കേഴ്സ് ട്രൈ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഫുൾ ടോസ് ആയി പോകുന്ന ഒരു ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ബോളിലും അടിയൊന്നും കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇന്നലെ വിരാട് കോഹ്ലിയും അതോടൊപ്പം തന്നെ ദേവദത്ത് പടിക്കലും കൂടി ആ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തത്. ഫിൽസാൾട്ടിൻ്റെ വിക്കറ്റ് പോയിട്ടു. പിന്നീട് വന്ന രജത് പട്ടിദാറും അതോടൊപ്പം തന്നെ ജിതേഷ് ശർമ്മയെ നമ്മൾ ഇങ്ങനെ അത്രയും അഗ്രസീവായിട്ട് കണ്ടിട്ടില്ല. 19 ബോൾ 40 റൺസ്, അത് കിഡിലൻ ഷോട്ടുകളൊക്കെ. ലുക്ക് അറ്റ് ഈ സ്ട്രൈക്ക് റേറ്റ് 210.53 ആയിരുന്നു അദ്ദേഹത്തിന് സ്ട്രൈക്ക് റേറ്റ്. രജത് പട്ടിദാർ 32 ബോളിൽ 64. ക്യാപ്റ്റൻസ് ഇന്നിങ്സ് തന്നെയാണ് ഇന്നലെ കളിച്ചിട്ടുണ്ടായിരുന്നത്. കിഡിലായിട്ട് തന്നെ അവർ ബാറ്റ് ചെയ്തു. അത്രയും നല്ലൊരു സ്കോർ അവിടെ അടുത്ത് വരുത്താൻ സാധിച്ചു. തിരിച്ച് മുംബൈ ഇന്ത്യൻസിലെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ, റയാൻ ടിക്കിൾട്ടൺ എന്നിവർ ഗുഡ് ടച്ചിലാണെന്ന് തോന്നിപ്പിച്ചെങ്കിലും ഒരു ലോങ് ഇന്നിങ്സ് കളിക്കാൻ സാധിക്കാതെ വന്ന മുംബൈയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ആയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വിൽ ജാക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ആള് നല്ല പൊട്ടിക്കുന്ന ആളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയാം. പക്ഷേ 18 ബോളിൽ 22 റൺസ് മാത്രമാണ് താരത്തിന് നേടാൻ സാധിച്ചത്. രോഹിത് ശർമ്മ നല്ലൊരു സ്റ്റാർട്ടിങ്, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ലോങ് ഇന്നിങ്സ് അവിടെ ഒരു 40-50 റൺസ് വരെയാണെങ്കിൽ ഒരുപക്ഷെ മുംബൈയെ സംബന്ധിച്ച് ഇത്രയും വലിയ പ്രഷർ ഇടയ്ക്ക് ഉണ്ടാവില്ലായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു മത്സരത്തിലെ ക്രൂഷ്യൽ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടേണിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സൂര്യകുമാർ യാദവിന് ഒരു അഗ്രസീവ് ഇന്നിങ്സ് കളിക്കാൻ സാധിച്ചില്ല. ലുക്ക് അറ്റ് ഈ സ്ട്രൈക്ക് റേറ്റ് 26 ബോളിൽ 28 റൺസും 107.69 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. നന്നായിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ മാച്ചിൽ തിലക് വർമ്മ, ഈ മാച്ചിൽ സൂര്യകുമാർ യാദവ്, അതിനൊക്കെ മുമ്പത്തെ മാച്ചിൽ ഹാർദിക് പാണ്ഡ്യ 17 ബോൾ 11 റൺസ്. സോ അതൊക്കെ ഈ 3 മത്സരങ്ങളിലും വലിയ തിരിച്ചടികളായ ഇന്നിങ്സാണ് മുംബൈയെ സംബന്ധിച്ച് ഈ 3 ഇന്നിങ്സിൽ എന്ന് പറയുന്നത്. എന്നാൽ ഹാർദിക് പാണ്ഡ്യയുടെയും തിലക് വർമ്മയുടെയും ഇന്നലത്തെ ഇന്നിങ്സ് എന്ന് പറയുന്നത് കിടിലായിരുന്നു. ഇവരുടെ പാർട്ട്ണർഷിപ്പ് നിന്ന സമയത്ത് ഈ ഒരു മത്സരം അവിടെ മുംബൈ ജയിക്കാൻ പോകുമെന്ന് തോന്നിപ്പിച്ചു. അതായത് ആർ സി ബിയുടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ക്യാമറ പോകുന്ന സമയത്ത് ശരിക്കും, അതായത് ആ ഒരു ബെഞ്ചിലേക്ക് ക്യാമറ പോകുന്ന സമയത്ത് അവരുടെ മുഖത്തൊക്കെ പ്രഷർ കാണാം. ഹാർദിക് പാണ്ഡ്യയുടെയും തിലക് വർമ്മയുടെ ആ ഇന്നിങ്സ് കാണുമ്പോൾ അത്രയ്ക്കും കിടിലൻ അടിയാണ് അടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 16th to 20th ഓവറിൽ ആർ സി ബി താരതമ്യേന ബെറ്റർ ആയിട്ടാണ് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. അതായത് ആ ഒരു 20th ഓവറിൽ കൃണാൽ പാണ്ഡ്യ അധികം റൺസ് വിട്ടുകൊടുത്തില്ല. അതിന് മുമ്പത്തെ ഓവർ കൃണാൽ പാണ്ഡ്യ ഒരുപാട് റൺസ് ലീക്ക് ചെയ്തതാണ്. പക്ഷേ രജത് പട്ടിദാർ 20th ഓവർ അദ്ദേഹത്തിന് കൊടുക്കുന്നു. പക്ഷേ ഇവിടെ ഹാർദിക് പാണ്ഡ്യയുടെയും തിലക് വർമ്മയുടെയും വിക്കറ്റ് വീണതാണ് കളിയിലെ ക്രൂഷ്യൽ പോയിന്റ്. 19th ഓവറിലേക്ക് നോക്കുകയാണെങ്കിൽ ജോഷ് ഹേസൽവുഡ് ഒരു കിടിലനായിട്ട് ബോൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നലത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ടതും എന്നാൽ സ്കോർ കാർഡിൽ അധികം വരാത്തതുമായിട്ടൊരു പേരാണ് സുയാഷ് ശർമ്മ എന്ന പേര്. സുയാഷ് ശർമ്മയിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല എക്കോണമിക്കലായിട്ടാണ് താരം ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലുക്ക് അറ്റ് ഈസ് എക്കോണമി. ആകെ 5 ബോളേഴ്സിനാണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ സുയാഷ് ശർമ്മ 4 ഓവറിൽ 32 റൺസ് മാത്രമേ വിട്ടുകൊടുത്തത്. 8 അദ്ദേഹത്തിൻ്റെ എക്കോണമി എന്ന് പറയുന്നത്. വളരെ വൃത്തിക്ക് തന്നെ ബോൾ ചെയ്തിട്ട് താരം പോയി. അതോടൊപ്പം തന്നെ ആ ഒരു പേസ് ജനറേറ്റ് ചെയ്യുന്ന ബോൾ റീഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ജിതേഷ് ശർമ്മയുടെ വിക്കറ്റ് കീപ്പിംഗ്. ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു അദ്ദേഹത്തിന്. അതോടൊപ്പം തന്നെ സുയാഷ് ശർമ്മയുടെ ബോളൊക്കെ പിടിച്ച സമയത്ത് ശരിക്കും ഞാൻ വണ്ടർ അടിച്ചു പോയി. കാരണം കിഡിലായിട്ടാണ് ആ ബോൾ പിക്ക് ചെയ്യുന്നത് ബിഹൈൻഡ് ദ സ്റ്റംപ്സിൽ. അത് മൊത്തത്തിൽ പറഞ്ഞാൽ നല്ലൊരു ടീം വർക്ക് ഇന്നലെ ആർ സി ബിയുടെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ജയത്തിൻ്റെ കാര്യത്തിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ നെറ്റ് റൺ റേറ്റ് മുംബൈക്ക് ലോസ് ആയിട്ടില്ല. ലൈക്ക് ദേ ആർ ഓൺ 8th പൊസിഷൻ. മുംബൈ 8th പൊസിഷനിലാണ്. 5 മത്സരങ്ങളിൽ നിന്നും 1 ജയവും 4 തോൽവിയും -0.010 നെറ്റ് റൺ റേറ്റ് നിൽക്കുന്നത്. തൊട്ടുമാതിരിയുള്ള ആറാറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ -0.
1.85 അവർ നെറ്റ് റൺ റേറ്റ്. സോ സ്റ്റിൽ ഇനിയുള്ള മത്സരങ്ങളിൽ ജയിച്ചു വന്നാലും മുംബൈക്ക് സാധ്യതകൾ നിലവിൽ നിൽപ്പുണ്ട്. ഇന്നലത്തെ ആ 16-20 ഓവറിൽ ഭുവനേശ്വർ കുമാറിൻ്റെ ആ ഒരു സ്പെല്ലും ജോഷി സെൽവൻ്റെ സ്പെല്ലും അടിപൊളിയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ അവർ ഒരുപാട് റൺസ് ലീക്ക് ചെയ്യാതെ വിക്കറ്റ് എടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. റൺസ് ലീക്ക് ചെയ്താലും വിക്കറ്റ് എടുത്തു. അതായത് ആ ഒരു അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന താരങ്ങൾ വിക്കറ്റ് എടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. സോ എൻ്റെ ഇപ്പോഴത്തെ ആ ഒരു ബോളേഴ്സിനെ യൂസ് ചെയ്യുന്ന രീതി ഹർദിക് പാണ്ഡ്യ ഒട്ടും പ്രോപ്പർ അല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ അവനെ അറിയപ്പെടുത്തുക. പിന്നെയും ആ ഒരു ക്രൂഷ്യൽ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന സൂര്യകുമാർ യാദവിന് ഒരു ബിഗ് ഇന്നിങ്സ് അവിടെ കളിക്കാൻ സാധിച്ചില്ല എന്നുള്ള മാത്രമല്ല, താരതമ്യേന വളരെ ലോ ആയിട്ടൊരു ഇന്നിങ്സാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെവൽ വെച്ചിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് മത്സരത്തിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ അവനെ അറിയപ്പെടുത്തുക. ഇറ്റ്സ് മീ, ബൈ ബൈ ഗൈസ്.